അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഒരു സത്യസന്ധത കണ്ടപ്പോഴാണ് അറാബി പറഞ്ഞു പോയത്, വബിഹി നുംതറു ഫീ ബവാദീന, ഈ സത്യസന്ധനായ കച്ചവടക്കാരൻ ഉള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ അള്ളാഹു മഴ തരുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയ വലിയാണ് ആരിഫാൻ മുഹമ്മദ് ബിൻ മുൻകദിർ, താബിഈങ്ങളുടെ തൊട്ടുടനെയുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാൻ. ഒരു രാത്രി മുഴുവൻ മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള് ഉമ്മയുടെ കാല് വേദനിക്കുന്നു പറഞ്ഞപ്പോ കാല് മസാജ് ചെയ്തു കൊടുത്തു. ആ സമയം മഹാനവരുടെ ജ്യേഷ്ഠൻ നിസ്കാരവും സുജൂദുമായിട്ട് രാത്രി ഇബാദത്തിലാണ്. ഇവരാണെങ്കിലോ ഉമ്മയുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠൻ പള്ളിയിലെ ഇമാമാണ്, മകൻ ഉമ്മയെ ഹോസ്പിറ്റലിൽ നോക്കുകയാണ്, ജ്യേഷ്ഠൻ മുദരിസാണ്, അനുജൻ ഉമ്മയുടെ കൂടെ ആശുപത്രി കിടക്കയിലാണ് ഉമ്മയെ നോക്കുന്നത്. ഈ അനുജൻ ജ്യേഷ്ഠൻ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് ഉമ്മയെ പരിപാലിക്കുന്നത്. മുഹമ്മദ് മുൻകദിർ തങ്ങൾ പറയുമായിരുന്നു, എന്നോടെങ്ങാനും എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കാം, ഉമ്മയുടെ കാല് ഞെക്കിക്കൊടുക്കാം, ഉമ്മയുടെ കാലിന്റെ വേദന മാറുന്നവരെ ഒന്ന് തടവിക്കൊടുക്കാം, ഞാൻ ചെയ്തോളാം, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും ഞാനത് പകരം കൊടുക്കാൻ ഒരുക്കമല്ല. ഉമ്മയുടെ കാലിന് വേദനയുള്ളതിന്റെ പേരിൽ ഉമ്മയുടെ കാല് തടവി കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതല്ല ആ രാത്രി നേരത്തെ നിസ്കാരമെന്ന് ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള്. അപ്പൊ ഉമ്മക്ക് ഖിദ്മത്തെടുക്കലാ കൂലി, വാപ്പയെ ഖിദ്മത്തെടുക്കലാണ് കൂലി ആ നിസ്കാരത്തെക്കാളും. സൈനുൽ ആബിദീൻ സയ്യിദാണ്, സാദാത്തു താബിഈൻ, താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് ഉമ്മയോട് ഒരുപാട് ബഹുമാനമുള്ള ഒരു മഹാനായിരുന്നു. ഉമ്മയെ വല്ലാത്ത സ്നേഹമാണ്. ആളുകൾ പറഞ്ഞു, സൈനുൽ ആബിദീൻ തങ്ങളെ, നിങ്ങൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ, നിങ്ങളും ഉമ്മയും എന്താ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നബി തങ്ങളുടെ ആ സുന്നത്ത് ഹയാത്താക്കിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ് ഞാൻ കണ്ടെടുത്തോളം. 4 ആൾ കൂടിയിരുന്നാലും ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നാ ഉസ്താദ് പറയാം. 10 ആളാണെങ്കിലും ഒരു വലിയ പാത്രം കൊണ്ടുവരില്ല, എല്ലാവർക്കും ചുറ്റുമിരിക്കാം. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അല്ലൈനിൽ ഉസ്താദ് ജോലി ചെയ്തിരുന്ന ഔഖാഫിൻ്റെ ഇമാമായിരുന്നല്ലോ, വലിയ അത്ഭുതമാണ്. ശമ്പളം കിട്ടിയ വിസിറ്റ് വന്ന ഉസ്താദുമാർക്ക് കൊടുക്കല പരിപാടി. വിസിറ്റ് വന്ന ഉസ്താദ് പെരൻ്റെ ഒരു നില കഴിഞ്ഞ് 2ാം നില ഉണ്ടാക്കാനാണ് വന്നിട്ടുണ്ടാവുക. ഉസ്താദിന് വീട് പോലും ഇല്ലാത്ത സമയമാണ്. പക്ഷേ ഉസ്താദ് നമ്മുടെ വിരുന്നേര് വന്നിട്ടുണ്ടെന്നാണ് പറയാം. ഉസ്താദ്മാർ കൊടുക്കും, കിട്ടുന്ന പൈസ മുഴുവൻ കൊടുക്കും. ശമ്പളം കിട്ടുന്ന പൈസ മുഴുവൻ ദാനം ചെയ്ത് തീർത്തപ്പോഴാണ് ഉസ്താദിൻ്റെ മോനെ അല്ലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലുള്ള ചെലവിന് മാറ്റി വെച്ചിട്ട് ബാക്കി വാപ്പാൻ്റെ കൈ കൊടുത്താൽ മതി. അങ്ങനത്തെ ഒരു മഹാൻ. ഇങ്ങനെ കണ്ടോ, അവിടെ പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഒക്കെ ഉള്ള ഒരു സദസ്സ്. റമദാൻ അല്ലൈൻ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റാണ്, ഫ്രൂട്ട്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റാണ്. അല്ലയിൽ പോയവർക്കറിയാം. ആ പള്ളിയിൽ ഉസ്താദ് ഉണ്ടാകുമ്പോൾ അവിടെ ഈ ചുമട്ട് തൊഴിലാളികളായ ആൾക്കാരൊക്കെ വരും ഉസ്താദിൻ്റെ കൂടെ നോമ്പുറക്കാൻ. അതിൽ ചപ്പാത്തി ഉണ്ടാവും, അപ്പം ഉണ്ടാകും, ബിരിയാണി ഉണ്ടാവും, സാമ്പാറും ഉണ്ടാവും, പച്ചക്കറി, മീൻകറി, ഇറച്ചിയൊക്കെ ഉണ്ട്. എല്ലാം ഒരുമിച്ച് ഒരു തട്ടിൽ. എന്നിട്ട് വട്ടത്തിലിരുന്ന് ബിസ്മി ചൊല്ലി അതവോടുകൂടെ ഭക്ഷണം കഴിപ്പിക്കും. ഉസ്താദ് കുറച്ചേ കഴിക്കുള്ളൂ, എല്ലാവരും കഴിക്കാൻ വേണ്ടി പറയും. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഉസ്താദ് ചെയ്തൊരു പണിയുണ്ട്, യാ അള്ളാ, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതിൽ പാകിസ്ഥാനികളുണ്ട്, പട്ടാണികളുണ്ട്, ബംഗാളികളുണ്ട്, മലയാളികളുണ്ട്. ഒക്കെ കഴിച്ച് എണീറ്റ് പോയ ആ പാത്രത്തിൽ കറിയും വറ്റുകളിൻ്റെയൊക്കെ അംശങ്ങളുണ്ട്. ഉസ്താദ് എല്ലാവരും എണീറ്റപ്പോൾ 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് എല്ലാ വക്കിലും മൂലയിലുള്ള കറിയുടെ അംശങ്ങളൊക്കെ വടിച്ചെടുത്തിട്ട് ആ തട്ടെടുത്തിട്ട് കുടിച്ചു. ഒരു ഭക്ഷണത്തിന്റെ തളിക പോലും നഷ്ടപ്പെടുത്തരുതേ. ലാ തദ്രി ഫി അയ്യിഹൽ ബറക, ഏതിലാണ് ബറക്കത്ത് എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദബ് പഠിപ്പിച്ച മഹാനാണ്. അള്ളാഹു മഹാന്റെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ ഒരു സുന്നത്തെ ഉസ്താദ് എപ്പോഴും ഒരുമിച്ചിരിക്കാനേ പറയുള്ളൂ. ഉസ്താദെങ്ങാനും ഈ സദസ്സിലേക്ക് വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ ചെയറൊക്കെ മാറ്റിവെച്ച് പായ വിരിക്കാൻ വേണ്ടി പറയും. പായ വിരിച്ചിട്ട് താഴെ ഇരിക്കുള്ളൂ.
അങ്ങനത്തെ ഒരു തസൂഫിന്റെ ആലിമീങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തൊക്കെ ഒരു ആലിമിന്റെ ലക്ഷണങ്ങളിൽ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ കാണപ്പെടുന്ന ഒരു വലിയ അത്ഭുതമായിരുന്നു മഹാനവറുകൾ. ഒരുമിച്ചിരുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടോ അങ്ങനെ? ഓരോരുത്തർ ഓരോ പ്ലേറ്റിലല്ലേ? ഒരുപാട് കൈകളിട്ട് തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ചോറ് കഴിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കുക. ഇരിക്കട്ടെ, മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമല്ലേ? എന്നിട്ട് എന്താ നിങ്ങളും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാത്തത് എന്നാ ചോദ്യം. ഒരു പാത്രത്തിനല്ലേ കഴിക്കേണ്ടത്, നിങ്ങൾ എന്താ അങ്ങനെ കഴിക്കാത്തത്? അതിന് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്. അഖാഫു അൻ തസ്ബിഖ യദി ഇലാ മാ സബഖത ഇലൈഹി ഐനുഹാ. ഞാനും ഉമ്മയും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എൻ്റെ ഉമ്മയുടെ കണ്ണെത്തി നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ എൻ്റെ കൈ നീട്ടുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ്. ഭക്ഷണത്തിൽ നിന്ന് ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം അറിയാതെ ഞാനെങ്ങാനും എടുത്തു പോകുമോ എന്ന് പേടികൊണ്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഉമ്മയുടെ കണ്ണെങ്ങാനും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് കണ്ണ് തട്ടുകയും ഉമ്മാക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഉമ്മത് പറയാതിരിക്കുകയും ചെയ്ത് ഞാൻ അറിയാതെ എടുത്തുപോയാലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു 2 അടിമകളെ മോചനം ചെയ്യാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. 2 അടിമകളെ അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്തു. അടിമകൾ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളവരാണ്. അടിമകൾക്ക് അടിമ മോചനം, അവർക്ക് ഹുർരിയ, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി 40ഓളം ഈത്തപ്പനകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുതലാളിക്ക്. നല്ല വിലപിടിപ്പുള്ള അടിമകളുണ്ട്. 2 അടിമകളെ മോചനം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഉമ്മ വിളിച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ. അബ്ദുല്ലാഹ് എന്ന് വിളിച്ചപ്പോ എന്തേ ഉമ്മ എന്ന് മറുപടി പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. റബ്ബേ, എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞപ്പോ ശബ്ദം കൂടിപ്പോയല്ലോ. ആ ഒരു തെറ്റിന് അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരണമെങ്കിൽ ഞാനിതാ 2 അടിമകളെ നിനക്ക് വേണ്ടി എഴുത്തുക്ക് ചെല്ലുകയാണ്. അങ്ങനെ 2 അടിമകളെ മോചനം ചെയ്തു. ഒരു തവണ ഒച്ച വെച്ച് സംസാരിച്ചതിന്റെ പേര് നമ്മളെ സ്കൂൾ കുട്ടികളും +2 പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന, ഉമ്മ ബാഗ് എവിടെ, ഉമ്മ ഷർട്ട് എവിടെ, ഉമ്മ ടൈ എവിടെ, ഉമ്മ ഷൂ എവിടെ, ഉമ്മാന്റെ പെണ്ണെവിടെ? എന്താ ഉമ്മ വേലക്കാരിയാണോ വീട്ടിലെ? മുതിർന്ന മക്കളെ അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയും, അത് ഇസ്തിരി ഇട്ട് വെക്കാൻ അറിയാം, അവരുടെ പുസ്തകങ്ങൾ മാറ്റിവെക്കാൻ അറിയാം. 4-5 മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയോട് ഈ മുതിർന്ന മക്കളും ചോദിക്കുക, അടിമകളോട് ചോദിക്കുന്ന പോലെ. അന്ത്യനാളിന്റെ അടയാളങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻതലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 27ഓളം 30ഓളം മഅനകൾ മഹാന്മാർ അതിന് കൊടുത്ത കൂട്ടത്തിൽ അടിമകളോട് പെരുമാറുന്ന പോലെ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, ഉമ്മമാരോട് അടിമകളോട് പറയുന്ന പോലെ പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കണം. അത് ഉമ്മമാർ നിങ്ങളുടെ വേലക്കാരികളല്ല, ഉമ്മമാർ നിങ്ങളുടെ അടിമകളല്ല എന്ന് മനസ്സിലാക്കണം. ഉമ്മയോട് ഉമ്മ എന്ന് നല്ല നിലക്ക് മറുപടി കൊടുത്ത ആ ഒരു വാക്ക് ശബ്ദമേറിപ്പോയോ എന്ന് പേടിച്ചതിന്റെ പേരിൽ 2 അടിമകളെ മോചനം ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ഈ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആലിമീങ്ങൾ അവരവരുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുമായിരുന്നു. പേരെടുത്ത് പറഞ്ഞിട്ട് ഗുരുനാഥന്മാർക്ക്, ഉസ്താദുമാർക്ക് ദുആ ചെയ്യും. ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അബൂ ഹനീഫ തങ്ങളുടെ സ്വാഹിബ് എന്നറിയപ്പെടുന്ന അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിൽ ഫഖീഹ് മഹാനവറുകൾ അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. ഹനഫി മദ്ഹബ് ക്രോഡീകരിച്ച മഹാനാണ്. മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ പറയുമത്രേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബവയ്യ വലി അബീ ഹനീഫ, അല്ലാഹുവേ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണമേ, എൻ്റെ ഗുരുനാഥനായ അബൂ ഹനീഫ തങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ. യാ അല്ലാഹ്, എന്തൊരു ബഹുമാനം, എന്തൊരു ആദരവ്.
അമ്പിയാക്കന്മാരിൽ മക്കളെ കൊണ്ട് സൗഭാഗ്യം കിട്ടിയ ഒരു ഉപ്പയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാഗ്യവാനായ ഉപ്പയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. മകനെയും കൂട്ടി അള്ളാഹുവിന്റെ കഅബാലയം പടുത്തുയർത്താൻ ഭാഗ്യമുണ്ടായ ഒരു പ്രവാചകൻ മോൻ ഇറക്കണമെന്ന് പറഞ്ഞപ്പോ, ഉപ്പാ നിങ്ങളോട് അള്ളാഹ് എന്ത് പറഞ്ഞു അത് ചെയ്തോളൂ ഉപ്പാ എന്ന് പറഞ്ഞൊരു മോൻ അല്ലേ. മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോന്റെ അഭിപ്രായം എന്താ? മോൻ അറുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞു നോക്കണ്ടേ, മോൻ അറുക്കണതായിട്ട്, മോനെ 4 അടി അടിക്കണതായിട്ട് ഞാൻ കാണുന്നു സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ലേ? ഉസ്താദ്മാരെന്ന് അടിയിട്ടെന്ന് വിചാരിച്ച് ഇറങ്ങി ഉടനെ എത്ര മുത്തല്ലിമീങ്ങളുണ്ട്. ആ വഴിക്കന്നെ പിന്നെ വരും, ഞാൻ പഠിക്കണമെന്നല്ല, ഇങ്ങനെ സർഫുനാഹൂന്ന് ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ അടി കിട്ടുമോ? ഇത് അടിയല്ല, ബലിയർപ്പണം ചെയ്യുന്നു എന്നാ കാണുന്നത്. ഇസ്മായിൽ നബി എന്ന കൊച്ചുകുട്ടിയാണത്, 12 വയസ്സിന് താഴെ. യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ.